അങ്ങനെ മംഗലാപുരം CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി BJP-യിൽ ചേർന്നു. അയാൾ ഇനി മുതൽ BJP-കാരനാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ എന്നിവർ ചേർന്ന് ഷാൾ അണിയിച്ചാണ് അദ്ദേഹത്തെ BJP-യിലേക്ക് സ്വീകരിച്ചത്. CPM-ൽ നിൽക്കാൻ കഴിയാത്ത അത്ര പ്രതിസന്ധിയായിരുന്നു എന്നാണ് ഈ മധു BJP-യിൽ ചേർന്നുകൊണ്ട് പ്രതികരിച്ചത്. CPM-ൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ ആകർഷണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും ഞാൻ വളരെയധികം വീക്ഷിക്കുമായിരുന്നു. പക്ഷേ CPM-ൽ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരഭിപ്രായം പറയുക ശരിയായിരുന്നില്ല. പക്ഷെ മനസ്സിൽ അപ്പോഴും പ്രധാനമന്ത്രിയുടെ ഓരോ പ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചുറുചുറുക്കിനെ കുറിച്ചുമൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മധു മുല്ലശ്ശേരി BJP ചേർന്നുകൊണ്ട് സംസാരിച്ചത്. ഇനിയും നിരവധി പേർ BJP-യിലേക്ക് എത്തുമെന്നും മധു അപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി സ്ഥാനം നൽകിയില്ല എന്നതുകൊണ്ടല്ല ഞാൻ CPM-ൽ നിന്നും പോകുന്നതെന്നും സ്ഥാനം ലഭിച്ചിരുന്നെങ്കിലും പോകുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ വളരെ നേരത്തെ തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തതാണ്. കാരണം തന്നെ ഇനി ഈ CPM എന്നെ ഉൾക്കൊള്ളില്ലെന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി V ജോയി ഉള്ള ആ ഒരു നിലപാട് അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള ബന്ധം വഷളായി ഇരിക്കുന്നതെന്നും അതുകൊണ്ട് ഒരിക്കലും ചെയ്യില്ല എന്നും തന്നെ ഇനി വീണ്ടും സെക്രട്ടറി ആക്കില്ല എന്ന് നേരത്തെ തന്നെ മുല്ലശ്ശേരി മനസ്സിലാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ വളരെ നേരത്തെ തന്നെ CPM-ൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ മുല്ലശ്ശേരി BJP-യിലേക്ക് കാലുവയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു, അതായത് തനിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം നൽകിയിരുന്നെങ്കിൽ പോലും ഞാൻ BJP-യിൽ ചേരുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ സുഹൃത്തുക്കളോട് നേരത്തെ വ്യക്തമാക്കിയതാണ് ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് ഏരിയ സെക്രട്ടറി ആകുമെന്ന് പോലും തനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ സമ്മേളനം കഴിയുന്നതുവരെ നിൽക്കാൻ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടു. ഈ രീതിയിൽ CPM-ൽ നിന്ന് പോകാൻ തനിക്ക് സാധ്യമല്ല. ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ്. നിരവധി പാർട്ടി മെമ്പർമാർ തനിക്കൊപ്പം ഉണ്ടെന്നും മധു മുല്ലശ്ശേരി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി അദ്ദേഹത്തോടൊപ്പം ഈ നിരവധി പേർ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ മറ്റു പലരും മംഗലാപുരത്തു നിന്നോ മറ്റു ഈ ഏരിയ മേഖലയിൽ നിന്നും BJP-യിൽ ചേരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെ എത്ര കുറ്റപ്പെടുത്തിയാലും ചെറുതായി കാണാൻ സാധ്യമല്ല. വ്യക്തമായ ആലോചനയ്ക്ക് ശേഷമാണ് BJP-യിലേക്ക് പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. വളരെ വ്യക്തമായിട്ട് താൻ കാര്യങ്ങൾ ആലോചിച്ചു, ഡീപ്പായി ചിന്തിച്ചു, എന്നിട്ടാണ് BJP-യിലേക്ക് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയിൽ മെമ്പർഷിപ്പ് നാളെ സ്വീകരിക്കും. സംസ്ഥാന കാര്യാലയത്തിലെത്തി സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനിൽ നിന്നും പ്രാഥമിക അംഗത്വം സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ആളൊക്കെ വാങ്ങിയതിന് ശേഷം തനിക്കെതിരെ ഉയരുന്ന സാമ്പത്തിക ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നേതാക്കന്മാർ ഒരു പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിൽ പോകുമ്പോൾ സാമ്പത്തിക ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് എല്ലാ പാർട്ടിയിലും സംഭവിക്കുന്നത് തന്നെയാണ് സാമ്പത്തിക ആരോപണം. ഇപ്പോൾ മുല്ലശ്ശേരിക്കെതിരെയും സാമ്പത്തിക ആരോപണം വന്നിട്ടുണ്ട്. അതിന് യാഥാർത്ഥ്യമുണ്ടോ ഇല്ല എന്നുള്ളത് ഇനി CPM വരും കാലങ്ങളിൽ അത് പ്രഖ്യാപിക്കണം. ആ സാമ്പത്തിക ആരോപണത്തിൽ എന്തൊക്കെ സാമ്പത്തികം എത്രയൊക്കെയാണ് മധുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്, സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ടോ, അത് CPM ഇനി പിന്നാലെ വ്യക്തമാക്കട്ടെ. അപ്പോൾ മുല്ലശ്ശേരിയും CPM-നകത്തുള്ള ഈ ഉള്ളുകള്ളികളും അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളും അവിടുത്തെ സാമ്പത്തിക തട്ടിപ്പുകളും V ജോയിയുടെ ചില ബന്ധങ്ങളും അദ്ദേഹം പുറത്തു കൊണ്ടുവരട്ടെ. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഇന്നലെ വരെയും ആരും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ മുല്ലശ്ശേരി പറയുന്നത്. ഇപ്പോൾ ഞാൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നത് അനാവശ്യമാണ്, അത് അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം പറയുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴാണ് സാമ്പത്തിക ആരോപണം ഉടലെടുത്തതെന്നും മധു മുല്ലശ്ശേരി പറഞ്ഞു. മണ്ഡലങ്ങളിൽ CPM-നും BJP-ക്കും 2000 വോട്ട്, അതായത് ഈ മണ്ഡലത്തിൽ, അതായത് ഈ മംഗലാപുരം ഏരിയ പ്രദേശത്ത് ഈ മണ്ഡലത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അത് ജനങ്ങൾക്ക് ബോധ്യമാണല്ലോ. വെറും 2000 വോട്ടിൻ്റെ വ്യത്യാസമാണ് CPM-ഉം BJP-യും തമ്മിലുള്ളതെന്നും ചിറയൻകീഴ് മണ്ഡലത്തിൽ BJP-യുടെ വിജയത്തിനായി പ്രയത്നിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിറയൻകീഴ് മണ്ഡലം ഒരുപക്ഷെ അദ്ദേഹം നോട്ടമിട്ടിട്ടുണ്ടോ എന്ന് പോലും ആ ഒരു പ്രഖ്യാപനത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരുപക്ഷെ BJP-യുടെ അവിടുത്തെ അടുത്ത സ്ഥാനാർത്ഥി ഒരുപക്ഷെ മധു മുല്ലശ്ശേരി ആകുമോ എന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഈ വരികൾക്കിടയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. BJP-യുടെ ആദർശത്തോടും പ്രത്യയശാസ്ത്രത്തോടും യോജിച്ചു വരുന്ന ആരെയും ഒപ്പം കൂട്ടുമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ പറയുകയും ചെയ്തിട്ടുണ്ട്. മധു മുല്ലശ്ശേരിയുടെ അനുഭവജ്ഞാനം
ഈ പ്രദേശത്തെ പ്രവർത്തകർക്ക് ഗുണകരമാകാൻ ഉതകുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തും. മധുവിനോട് ആശയപരമായ വിയോജിപ്പ് ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം നടത്തിയ പൊതുപ്രവർത്തനം കാണാതിരിക്കാൻ കഴിയില്ലെന്നും പി മുരളീധരൻ പറഞ്ഞു. കൂടുതൽ വിശേഷങ്ങളൊന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി അദ്ദേഹത്തിനെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഷാളണിയിച്ച് സ്വീകരിക്കുകയാണ് ഉണ്ടായത്.